നമ്മളെല്ലാവരും നമ്മുടെ കുറേ ഇൻറ്റൻഷൻസ് ഒക്കെ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ. നമുക്കിപ്പോൾ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, നമ്മൾ ഈശോയോട് കരുണ പ്രാർത്ഥിക്കും. കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനിയൊക്കെ ഒത്തിരി കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ചില ഇൻറ്റർസെഷൻ ഗ്രൂപ്പ്സിലൊക്കെ വന്നു. എൻ്റെ ഫാദറിന് ഇങ്ങനെ അഡ്മിറ്റാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണ്, പ്രാർത്ഥിക്കണം. അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ പ്രാർത്ഥിക്കും, ഒരു നെടുമുതൽ പറയുമ്പോഴൊക്കെ ചെല്ലും. പക്ഷെ അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനി വന്നു, ഇതുപോലെ കൗണ്ട് ഒത്തിരി കുറഞ്ഞു. അന്നേരമാണ് ശരിക്കും നമ്മൾ ആ അവസ്ഥയിലാകുമ്പോഴാണ് നമുക്ക് ആ പെയിൻ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പം അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്, നായിക്കപ്പറമ്പിലച്ഛൻ, ബഹുമാനപ്പെട്ട നായിക്കപ്പറമ്പിലച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതേ നിയോഗമുള്ള, എന്നിട്ട് അച്ഛനൊരു നമ്പർ ഇടും, 1,00,000 പേര് അല്ല 50,000 പേര്. അപ്പം ഇപ്പോൾ സപ്പോസ് നമുക്കൊരു വീട് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അച്ഛൻ എപ്പോഴും പറയും, ഇതുപോലെ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന 1,00,000 പേരെ ഈശോയെ നീ സഹായിക്കണേ, നീ ഇടപെടണേ. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വീട്ടിൽ ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും പറയും, ഇതുപോലെ ഒരു 2,00,000 ക്യാൻസർ രോഗികളെ കർത്താവെ നീ സുഖപ്പെടുത്തണേ, ആശ്വസിപ്പിക്കണേ. അങ്ങനെ അപ്പം നമുക്ക് ചില സമയത്ത് വിശ്വസിച്ചാൽ നീ മഹത്വം ദർശിക്കും എന്ന വചനം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മാത്രം ഈശോയുടെ മഹത്വം വെളിപ്പെടാനായിട്ടല്ല, അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ പറ്റും അല്ലേ. നമ്മളിങ്ങനെ ഇതുപോലെ ബാക്കിയുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ലൈഫിലും, പിന്നെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കും, ഒരു 10 പേര് 2,00,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പവറും അതിൻ്റെ ഒരു എത്രത്തോളം അത് ഇങ്ങനെ വ്യാപിക്കുന്നുള്ളതേ. അതുപോലെ നമ്മൾ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ അത് ഇങ്ങനെ അതായത് ഇപ്പം മക്കളില്ലാത്തൊരു മക്കളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരതുപോലത്തെ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ അത്രയും ഉരുകിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് അല്ലേ. അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണല്ലോ, സ്വർഗം തുളച്ചു കയറാനുള്ള ശക്തിയുണ്ടല്ലോ ഒരാളിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഒരു ചാൻസും വേസ്റ്റ് ആക്കരുത്. നമ്മളെപ്പോൾ നമ്മളൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അതുപോലുള്ളൊരു 2,00,000 പേരെയോ 5,000 പേരെയോ ഒക്കെ അവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോയുടെ അനുഗ്രഹം നമ്മളിലൂടെ മാക്സിമം ആൾക്കാരിലോട്ട് എത്താനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. പ്രൈസ് ഗോഡ്. ആവേ മരിയ.